ഇത് മദ്രസൊക്കെ വിട്ടെന്ന് യൂണിഫോമൊക്കെ മാറ്റിയിട്ടാണ് ഇന്ന് ചായ കുടിക്കുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വെച്ചാൽ പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. ഒക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ആ ഒരു തലകുലുക്കലൊക്കെ കൂടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു പതിവായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഇറങ്ങിയപ്പോഴാണ് ഉള്ളപ്പിച്ച് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. കുട്ടിങ്ങോട്ട് നടന്നങ്ങോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. ഇപ്പച്ചിനെ കാണുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ പിന്നെ സോപ്പിട്ട് കാണുന്നത് ഇപ്പച്ചിൻ്റെ അപ്പോൾ പോവാണ് കേട്ടോ. ആ സൈക്കിളൊന്ന് നീക്കി കൊടുക്കുക ഇപ്പച്ചി വണ്ടി തിരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയാണ് ആ കാണുന്നത്. പോകാനായിട്ട് ഇറങ്ങി എത്ര ഉമ്മേട് തരാമെന്നറിയില്ല. ആദ്യം ഒരു വട്ടം പോകാമെന്ന് പറയുമ്പോൾ ഒരു മരും, പിന്നെയും പോകാമെന്ന് പറയുമ്പോൾ പിന്നെ ഒരു മരും, അങ്ങനെ ഒരു പോക്കാണ് കേട്ടോ. എന്തായാലും മൂപ്പരെ കൊണ്ടാക്കി വന്നപ്പോൾ പോയി ഞാൻ മേശപ്പുറത്തൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി മൂപ്പരതാ പുട്ടും കടലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ താല്പര്യമുള്ള കാര്യമില്ല. ഈ ഒരു ചായ കിട്ടിയാൽ ഞാൻ എന്താ പറയുക അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്ഥിരം പരിപാടി നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകണം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് നീനുട്ടിൻ്റെ മുഖത്ത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇഞ്ചക്ഷൻ ഒരു ഗ്ലൂക്കോസൊക്കെ കയറ്റിയ സമയത്ത് കണ്ടോ പെണ്ണിൻ്റെ കളി ഞാൻ കാണിച്ചു തരാം. ഓൾ ആ കയ്യുമ്മൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഉറ്റണില്ല കേട്ടോ. അതങ്ങോട്ട് വിടുമ്പോൾ അത് നന്നായിട്ട് ഉറ്റുന്നുണ്ട്. ഇത് കണ്ട് പെരും ചെറിയിട്ടോ ഇതും കുട്ടിക്കളി. ഓൾ ചിരിക്കണ കണ്ടിട്ട് എനിക്കും ചെറിയ വരും കേട്ടോ. എന്താ അപ്പോൾ ചെയ്യുക, ഞാനും ഓൾ ഇരുന്ന് ചിരിക്കുന്നേ. അപ്പോൾ ഇന്നത് അഴിച്ചു മാറ്റുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ അങ്ങനെ മരുന്നൊക്കെ കയറി കഴിഞ്ഞിട്ട് ആ കയ്യുമ്മലുള്ള സാധനം എന്തായാലും പേരൊന്നും എനിക്കറിയില്ല. അതിതാ ഊരാണ് കേട്ടോ. നല്ല വേദന ഉണ്ട്. പക്ഷേ സിസ്റ്റർ ആ നേഴ്സ് അടുത്തുള്ളതുകൊണ്ട് അതെങ്ങനെ വേദന കടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മെല്ലെ ഇങ്ങനെ ഊരുന്നുണ്ട്. ആദ്യം ഊരിയപ്പോൾ ചോരയൊക്കെ വന്ന് പിന്നെ പഞ്ഞിയൊക്കെ വെച്ച് ഇതാ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വേദന ഉണ്ടോ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂചി നിന്നിങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. കാരണം നന്നായിട്ട് ചോര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കയറിയിട്ട് ഇതാ അവൾ അതിങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്താനുള്ള ക്ഷമയൊന്നുമില്ല. ഞങ്ങളിതാ മമതയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. മൂപ്പര് മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ആ സമയത്താണ് ഓൾ ഈ ഇത് തുറന്നു നോക്കുന്നത്. അപ്പോൾ തുറന്നു നോക്കി ഒന്നും കൂടി മുറി കണ്ടപ്പോൾ പിന്നെ വീണ്ടും സങ്കടമായിട്ടോ. അപ്പോഴേക്കും മൂപ്പര് ഇതാ മന്തി കയറ്റി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയിട്ടോ. ഈ ഒരു പോക്ക് ഇറങ്ങിപ്പോയി വരുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാനുള്ള പോക്ക് വരവ് കഴിയുമ്പോൾ എന്താ അറിയില്ല ഭയങ്കര കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും. ഇന്നിപ്പോൾ ആ ഒരു മന്തി കിട്ടിയപ്പോൾ ഉണ്ടായ സമാധാനം ഉണ്ടല്ലോ. വീട്ടിലെത്തിയിട്ട് ഇനി അടുക്കളയൊക്കെ ഇനി ഫുഡ് ഉണ്ടാക്കാൻ കയറണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനം നല്ലോണം ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ അതവിടെ കൊണ്ടുവച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ചപ്പോഴേക്കും ഇതും വന്നു കേട്ടോ. ഇതും വന്നത് എന്താണ് ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചപ്പാത്തി മുട്ടക്കറി എന്ന് പറഞ്ഞു. അതെന്തിനാ വെച്ചാൽ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ മന്തി കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എക്സ്ട്രാ സന്തോഷമുള്ള മുഖത്ത് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആ പൂക്കാണ്ട് അവളെ മുഖത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഏതായാലും അവളൊക്കെ കഴിച്ച് പോയി. പിന്നെയാണ് ഞങ്ങളിതാ കഴിക്കാൻ ഞാനും നീനൂട്ടി കേട്ടോ. കാരണം അതാ ഓക്കുള്ള മന്തിയും ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 2 മുട്ടയൊക്കെ പിടിച്ചിട്ട് ചിക്കൻ കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ